പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2022 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷന്റെ ഭാഗമായിട്ട് BA എക്കണോമിക്സ് കോഴ്സിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളായിരിക്കും നിങ്ങളെല്ലാവരും. അത് നിങ്ങളുടെ അവസാന സെമസ്റ്റർ പരീക്ഷ, അതിന്റെ അവസാന പരീക്ഷയിലേക്ക് കടക്കുകയാണ്. ഇലക്റ്റീവ് പേപ്പർ ആണുള്ളത്, 3 ഇലക്റ്റീവ് ആണുള്ളത്. അതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ എടുത്ത 3 ഇലക്റ്റീവിൽ ഒന്ന് ബേസിക് എക്കണോമെട്രിക്സ്, അതുപോലെ തന്നെ ബിഹേവിയറൽ എക്കണോമിക്സ്, അർബൻ എക്കണോമിക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് എക്കണോമെട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ് പ്രഡിക്ഷൻ ആണ്. ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ 6 സെമസ്റ്ററുകളിൽ വിവിധ വിഷയങ്ങളുടെ പരീക്ഷാ സംബന്ധമായ പഠനത്തിന് എൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഈ വീഡിയോക്കടിയിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രഡിക്ഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ 5 മാർക്സ് ആൻഡ് 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ബേസിക് എക്കണോമെട്രിക്സിലെ മൊഡ്യൂൾ 1-ൽ മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ്, ഡിസൈറബിൾ പ്രോപ്പർട്ടി ഓഫ് എൻ എക്കണോമെട്രിക്സ് മോഡൽ. ഇതിൽ മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ് 10 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അസംഷൻ അണ്ടർലൈൻ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ മൊഡ്യൂൾ 2-ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു 10 മാർക്കിന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. SRF ആൻഡ് PRF, ഗോസ് മാർഗോ തിയറം, കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, സ്റ്റോക്കാസ്റ്റിക് എറർ ടേം, നോർമാലിറ്റി, അസംഷൻ, ഇതൊക്കെ 5 മാർക്കിനാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഈ ഫസ്റ്റത്തത് 10 മാർക്കിന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മൊഡ്യൂൾ 3-ൽ ഫങ്ഷണൽ ഫോം ഓഫ് റിഗ്രഷൻ മോഡൽ, ഡിഫറെന്റ് ഫങ്ഷണൽ ഫോമുകൾ വിശദീകരിച്ചു. ഒരു പരീക്ഷയ്ക്ക് ഏതോ ഒരു ഫങ്ഷണൽ ഫോമുകൾ ചോദിച്ചു, അപ്പൊ കുറച്ച് എഴുതാനേ ഉള്ളൂ, എന്നാലും 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇനി മൊഡ്യൂൾ 5-ൽ ആർ സ്ക്വയർ ആൻഡ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ, ഡെമ്മി വേരിയബിൾ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. മൊഡ്യൂൾ 5-ൽ ഇതിൽ നിന്ന് ഒരു എസ്സേയും ഒരു 5 മാർക്സും ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നേച്ചർ, കോൺസിക്വൻസ്, ഡിറ്റക്ഷൻ, റെമഡിയൽ മെഷേഴ്സ് ഓഫ് മൾട്ടി കോളിലാരിറ്റി. അതുപോലെ തന്നെ അതേ ഇത് തന്നെ നേച്ചർ, കോൺസിക്വൻസ്, ഡിറ്റക്ഷൻ ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ഓഫ് ഹെറ്ററോസ്കെഡാസിറ്റി, നേച്ചർ, കോൺസിക്വൻസ്, ഡിറ്റക്ഷൻ, റെമഡിയൽ മെഷേഴ്സ് ഓഫ് ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊഡ്യൂളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു എസ്സേയും ഒരു 5 മാർക്സും ഷുവർ ആയിട്ട് ഉണ്ടാകും. എന്ന് പറയാം മൾട്ടി കോളിലാരിറ്റിന്റെ നേച്ചർ എന്താണ് എന്നുള്ളത്, അത് ഉണ്ടായുള്ള കോൺസിക്വൻസ് എന്താണ്, അതിന്റെ ഡിറ്റക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അത് ഉണ്ടായതിനുള്ള റെമഡിയൽ മെഷേഴ്സ്, അതേപോലെ തന്നെ ഹെറ്ററോസ്കെഡാസിറ്റി, അതേപോലെ തന്നെ ഓട്ടോ കോറിലേഷൻ. ഈ രീതിയിലായിരിക്കും പരീക്ഷ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുക. ഓക്കെ, താങ്ക് യു.